ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ ICT ഫോർ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ബാലൻസ് ആയിട്ടുള്ള സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അപ്പം സ്കൂൾ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതർവൈസ് നോൺ ആസ് MIS. സ്കൂൾ മാനേജ്മെൻറ്റും എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ് കുട്ടികളുടെ അഡ്മിഷൻ മുതൽ അതുപോലെ സബ്ജക്റ്റ് സെലക്ഷൻ ആണെങ്കിലും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് പേരൻസും കമ്മ്യൂണിറ്റി ടീച്ചേഴ്സ് അങ്ങനെയുള്ള പല പല കമ്മ്യൂണിക്കേഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ ഡേറ്റ അനാലിസിസ്, അങ്ങനെ ഒരുപാട് മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ളൊരു എൻഡവറാണ് സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ്, അപ്പം അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആണെങ്കിലും പിന്നെ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നുണ്ട്. ഇപ്പം ഒരു സ്കൂളിൻ്റെ ഒരു മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. ടു സ്ട്രീം ലൈൻ ദീസ് പ്രോസസ്സസ് ആൻഡ് എൻഹാൻസ് എഫിഷ്യൻസി, സ്കൂൾസ് ആർ ഇൻക്രീസിംഗ്ലി ടേണിംഗ് ടു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. അപ്പം ഇത്തരത്തിൽ എന്താണ് ഒരുപാട് പ്രോസസ്സും അതുപോലെ ഇതിൻ്റെയൊക്കെ ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് സ്ട്രീം ലൈൻ ചെയ്യപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. ദീസ് സിസ്റ്റംസ് ഇൻ്റഗ്രേറ്റ് വേരിയസ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ പ്ലാറ്റ്ഫോം, ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇങ്ങനെ നമ്മുടെ ആ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ പ്രോസസ്സുകളുണ്ടോ അതെല്ലാം തന്നെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ അങ്ങ് കൺവേർട്ട് ചെയ്യുകയാണ്, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അല്ലാണ്ട് അഡ്മിഷന് വേണ്ടിയിട്ടൊരു കാര്യം, അല്ലെങ്കിൽ ടീച്ചർ അലോക്കേഷൻ, അല്ലെങ്കിൽ റിസോഴ്സ് അലോക്കേഷൻ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കാണ്ട് ഒരു സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അതാണ് ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പം ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കോംപ്രിഹെൻസീവായിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതായത് അഡ്മിഷൻ ആണെങ്കിലും സബ്ജക്റ്റ് സെലക്ഷൻ, കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഡിസൈനിങ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ സ്മൂത്ത് ഓപ്പറേഷൻ ആണെങ്കിലും അതുപോലെ സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് സ്കൂൾ ബോർഡ്, ഇപ്പം പല ബോർഡ്സ് വരുന്നുണ്ടല്ലേ, ഇപ്പം സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും, അങ്ങനെ ആ പല ബോർഡുകൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ സ്കൂളും ആ ബോർഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ടീച്ചേഴ്സിൻ്റെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പാരൻസ്, സ്റ്റാഫ്, അലുമിനി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അങ്ങനെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ICT ആൻഡ് ഗവേണൻസ്, അതായത് ICT അഡോപ്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഇതൊരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്, അതൊരു ICT എനേബിൾഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾസ് ഷുഡ് അഡോപ്റ്റ് ICT ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പം അങ്ങനെ വരുമ്പം എംബ്രേസിങ് ഗവേണൻസ് ടു ഓട്ടോമേറ്റ് പ്രോസസ്സസ് ആൻഡ് എൻഹാൻസ് എഫിഷ്യൻസി. അപ്പം ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടത്താൻ വേണ്ടിയിട്ടും അതിൽ വഴി എന്താണ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ICT അഡോപ്ഷൻ മസ്റ്റായിട്ട് വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു ഓഫീസ് പ്രോസസ്സുകൾ, ഇപ്പം റെക്കോർഡ് മെയിൻ്റനൻസ് ആണെങ്കിലും സ്റ്റുഡൻറ്റ് പ്രോസസ്സ് ആണെങ്കിലും റിസോഴ്സ് മാപ്പിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള ആ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴി എല്ലാ സിസ്റ്റത്തിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള LAN ഇൻ്റഗ്രേഷൻ ആവശ്യമാണ്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് എമർജ് ആസ് എ സിംഗിൾ വിൻഡോ പോർട്ടൽ ഫോർ ഓൾ റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ സെക്കൻഡറി സ്കൂൾ സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ പോർട്ടൽ അവൈലബിൾ ആകുന്നൊരു രീതിയിലാണ് ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പണൻസ് ഓഫ് എ സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പം സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം കുട്ടികളുമായിട്ട്, അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ ആ ഇൻഫർമേഷൻ എല്ലാം ആ ഒരു സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിലാണ് വരുന്നത്. അപ്പം അവിടെ എൻറോൾമെൻറ്റ് ആൻഡ് അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പം എൻറോൾമെൻറ്റ് ആൻഡ് അഡ്മിഷൻ എന്ന് പറയുമ്പോഴേക്കും കുട്ടികളുടെ രജിസ്ട്രേഷൻ മുതൽ അഡ്മിഷൻ പ്രോസസ്സ്, റെക്കോർഡ് കീപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു എൻറോൾമെൻറ്റ് ആൻഡ് അഡ്മിഷനിൽ വരുന്നുണ്ട്. അതുപോലെ അവരുടെ അറ്റൻഡൻസ് ട്രാക്കിംഗ് എന്ന് പറയുമ്പം മോണിറ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ് സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് ജനറേറ്റ് റിപ്പോർട്ട്സ്. ദെൻ അവരുടെ ഗ്രേഡ് ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റും വരുന്നുണ്ട്.
ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അപ്പം സ്റ്റാഫ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ, എംപ്ലോയി റെക്കോർഡ്സ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പേറോൾ ആൻഡ് ബെനിഫിറ്റ്സ്, ഇപ്പം സാലറി, ബെനിഫിറ്റ്സ്, അതുപോലെ അറ്റൻഡൻസ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആ ഒരു സ്റ്റാഫ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ അക്കാഡമിക് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിലാണ് കരിക്കുലം പ്ലാനിംഗ്, ടൈം ടേബിൾ മാനേജ്മെൻറ്റ്, എക്സാം ആൻഡ് അസസ്മെൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം കരിക്കുലം പ്ലാനിംഗ് എന്ന് പറയുമ്പോഴേക്കും മാനേജ്മെൻറ്റ് ഓഫ് കരിക്കുലം ആൻഡ് ലെസൺ പ്ലാൻസ്, പിന്നെ ടൈം ടേബിൾ മാനേജ്മെൻറ്റിൽ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, അതായത് ഷെഡ്യൂൾസ്, ക്ലാസ് ഷെഡ്യൂൾ അങ്ങനെയുള്ളതൊക്കെ ICT യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ റൂം അലോക്കേഷൻസ് അങ്ങനെയുള്ള ആ ഒരു ടൈം ടേബിൾ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ എക്സാം ആൻഡ് അസസ്മെൻറ്റ് മാനേജ്മെൻറ്റും ഒക്കെ ഇവിടെ ആ ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു കമ്പണൻ്റാണ്. അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫീ കളക്ഷൻ ആൻഡ് ബില്ലിംഗ് വരുന്നുണ്ട്. അപ്പം ഓട്ടോമേറ്റ്സ് ഫീ കളക്ഷൻ, ബില്ലിംഗ് ആൻഡ് റിസീപ്റ്റ് ജനറേഷൻ. അപ്പം ഒരാൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ റിസീപ്റ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് റിസീപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ സ്കൂൾ ബഡ്ജറ്റ്, അതുപോലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അക്കൗണ്ടിങ് അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതായത് സ്കൂൾ റിസോഴ്സ് ആൻഡ് ഇൻവെൻട്രിയൊക്കെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷനിൽ വരുന്നത് പേരൻ്റ് ആൻഡ് സ്റ്റുഡൻറ്റ് പോർട്ടൽസ് വരുന്നുണ്ട്. അപ്പം അക്കാഡമിക് റെക്കോർഡ്സ്, അറ്റൻഡൻസ്, കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ ഇൻറ്റേർണൽ മെസ്സേജിങ് വരുന്നുണ്ട്. ഇൻറ്റേർണൽ മെസ്സേജിങ് എന്ന് പറയുമ്പോൾ സ്റ്റാഫും സ്റ്റുഡൻസും പേരൻസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ നോട്ടിഫിക്കേഷൻ ആൻഡ് അലേർട്സ് വരുന്നുണ്ട്. ഓട്ടോമേറ്റഡ് നോട്ടിഫിക്കേഷൻസ് ആൻഡ് അലേർട്സ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡെഡ്ലൈൻസ്. അടുത്ത് വരുന്നത് ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പം ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് ഡേറ്റ അനലിറ്റിക്സ് വരുന്നുണ്ട്. അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ ടു ജനറേറ്റ് ഇൻസൈറ്റ്സ്. അപ്പം ആ ഡേറ്റയിൽ നിന്നും ഒരു ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ അനലിറ്റിക്സ് നടത്തുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ടൂൾസ് വരുന്നുണ്ട്. ദെൻ ഡേറ്റ സെക്യൂരിറ്റി. അപ്പം ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് കമ്പണൻസ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പം കമ്പണൻസിൻ്റെ കൂട്ടത്തിൽ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റാഫ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അക്കാഡമിക് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ വരുന്നുണ്ട്. ദെൻ ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ ആണ്. കാരണം ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ സ്ട്രീംലൈൻ ചെയ്യാനും അതുപോലെ മാനുവൽ വർക്ക് ലോഡ് ആൻഡ് ഹ്യൂമൻ എററൊക്കെ റെഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റുട്ടീൻ പ്രോസസ്സ് ആയിട്ടുള്ള അറ്റൻഡൻസ് ട്രാക്കിംഗ്, ഫീ കളക്ഷൻ, റിപ്പോർട്ട് ജനറേഷൻ അതിനെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു MISന് പറ്റുന്നുണ്ട്. അടുത്ത ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പേരൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എഫക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ റിയൽ ടൈം അപ്ഡേറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം അത്തരത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കഴിയുന്നുണ്ട്. പിന്നെ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും ഡേറ്റ അനലിറ്റിക്സിൻ്റെ ബേസിസിൽ വാല്യുബിൾ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ദെൻ അക്കാഡമിക് പെർഫോമൻസിനെ ട്രാക്ക് ചെയ്യാനും ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പം അതിൽ സ്കൂൾ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി മാനേജസ് സ്കൂൾ റിസോഴ്സസ്. ഇപ്പം സ്റ്റാഫ് ആണെങ്കിലും ഫിനാൻസ് ആൻഡ് ഫെസിലിറ്റീസ് അതൊക്കെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്, ഇപ്പം ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് അവിടെ പോസിബിൾ ആണ്. അതുവഴി വേസ്റ്റേജ് ആൻഡ് ഇംപ്രൂവിങ് കോസ്റ്റ് എഫിഷ്യൻസി. അടുത്തെന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് കൊളാബറേഷൻ ആണ്. ഇപ്പം കൊളാബറേഷൻ എമംഗ് ടീച്ചേഴ്സ് ഫോർ കരിക്കുലം പ്ലാനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ എൻഗേജസ് പേരൻസ് ഇൻ ദെയർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ത്രൂ ആക്സസിബിൾ പോർട്ടൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. അപ്പം ഇതൊക്കെയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ഓഫ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അതിൽ പവർ സ്കൂൾ വരുന്നുണ്ട്. അപ്പം പവർ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു
സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം വിത്ത് ഫീച്ചേഴ്സ് ഫോർ അറ്റൻഡൻസ്, ഗ്രേഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് ഫോർ ഡേറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സിനൊക്കെ ഈ പവർ സ്കൂൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഫോർ മാനേജിങ് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ, ഫിനാൻസ് ആൻഡ് അക്കാഡമിക് റെക്കോർഡ്സ്. ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഫണ്ട് റേസിങ്ങിനും അഡ്മിഷനും പാരൻറ്റ് എൻഗേജ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഫിനിറ്റ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് ഇൻഫിനിറ്റ് ക്യാമ്പസ്. സ്റ്റുഡൻസ് ഡേറ്റ, അറ്റൻഡൻസ്, ഗ്രേഡിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സഹായിക്കുന്നുണ്ട്. പിന്നെ എഡ്യു അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്കൂൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഫോർ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്. അപ്പം അതിൽ മെയിനായിട്ട് 3 സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. ലാൻഡ് സ്കൂൾ വരുന്നുണ്ട്, നെറ്റോപ്പ് സ്കൂൾ വരുന്നുണ്ട്, അതുപോലെ AB ട്യൂട്ടർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം പ്രൊഡക്റ്റീവ് ആൻഡ് കൺട്രോൾഡ് ലേണിംഗ് എൻവയോൺമെൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളാണ്. അപ്പം എസ്പെഷ്യലി ഇൻ സെറ്റിങ്സ് വെയർ ടെക്നോളജി ഈസ് ഹെവിലി ഇൻറ്റഗ്രേറ്റഡ്. അപ്പം കൂടുതലായിട്ട് ടെക്നോളജി ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ അവിടെയൊക്കെ ആ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആണെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ടു മോണിറ്റർ ആൻഡ് മാനേജ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ഓൺ കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ ഇൻസ്ട്രക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണെങ്കിലും ഓവറോൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യാനാണെങ്കിലും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഹെൽപ്ഫുള്ളാണ്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്കൂളാണ്. അപ്പം ലാൻഡ് സ്കൂൾ എന്ന് പറയുമ്പം ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് ഡിസൈൻ ടു ഹെൽപ്പ് ടീച്ചേഴ്സ്. അപ്പം ടീച്ചേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടു മോണിറ്റർ ആൻഡ് കൺട്രോൾ സ്റ്റുഡൻറ്റ് കമ്പ്യൂട്ടേഴ്സ്, എൻഷുറിങ് എ ഫോക്കസ്ഡ് ആൻഡ് സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പം കുട്ടികളുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ സേഫായിട്ട് മോണിറ്റർ ചെയ്യാനും അപ്പോൾ അങ്ങനെ സ്റ്റുഡൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻഷുറിങ് എ ഫോക്കസ്ഡ് ആൻഡ് സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ലാൻഡ് സ്കൂളിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ മോണിറ്ററിങ് അവിടെ പോസിബിളാണ്. അതായത് കുട്ടികളുടെ സ്ക്രീൻ റിയൽ ടൈം മോണിറ്ററിങ് ആക്ടിവിറ്റി. ഇപ്പം കുട്ടികളുടെ സ്ക്രീനിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ടീച്ചേഴ്സിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളൊരവസരം ഈ ലാൻഡ് സ്കൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിമോട്ട് കൺട്രോൾ പോസിബിളാണ്. അതായത് ടീച്ചേഴ്സ് ടു ടേക്ക് കൺട്രോൾ ഓഫ് സ്റ്റുഡൻറ്റ് ഡിവൈസസ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ഓർ റീഡയറക്റ്റ് അറ്റൻഷൻ. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ റീഡയറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കാനോ ഒക്കെ അത്തരത്തിലുള്ളൊരു റിമോട്ട് കൺട്രോളിങ് അവിടെ പോസിബിളായിട്ട് വരുന്നുണ്ട്. അതുപോലെ മെസ്സേജിങ് എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി കൂടി, അതായത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ചാറ്റ് അല്ലെങ്കിൽ മെസ്സേജിങ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് കുട്ടികളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഹൈലൈറ്റ് എ സ്റ്റുഡൻറ്റ് സ്ക്രീൻ ടു ദ എൻറ്റയർ ക്ലാസ്. അപ്പം എൻറ്റയർ ക്ലാസ്സിലേക്കും ഒരു കുട്ടിയുടെ സ്ക്രീൻ അങ്ങനെ ഷെയർ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ലാൻഡ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെബ് ലിമിറ്റിംഗ് വരുന്നുണ്ട്. ബ്ലോക്ക് ഓർ അലോ സ്പെസിഫിക് വെബ്സൈറ്റ്സ് ടു കീപ് സ്റ്റുഡൻസ് ഫോക്കസ്ഡ്. അപ്പം കുട്ടികൾ ഏതെങ്കിലും പെർട്ടിക്കുലർ വെബ്സൈറ്റുകൾ അപ്പം അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനോ ടീച്ചേഴ്സിന് അതൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷനൊക്കെ ലാൻഡ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ കൺട്രോൾ വരുന്നുണ്ട്. ടീച്ചേഴ്സ് ടു ബ്ലോക്ക് ഓർ അലോ ആപ്ലിക്കേഷൻസ് ഓൺ സ്റ്റുഡൻസ് ഡിവൈസസ്. ഇപ്പം കുട്ടികളുടെ ഡിവൈസസിൽ എന്തൊക്കെയാണ് അവർ ആ ഒരു ടൈമിൽ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യേണ്ട കണ്ടൻസ് അങ്ങനെ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ സ്പെസിഫിക് വെബ്സൈറ്റ്സുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യാനും കുട്ടികളുടെ സ്ക്രീനെ പെർട്ടിക്കുലറായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സ്ക്രീനെ ഹൈലൈറ്റ് ചെയ്ത് എൻ്റെ ക്ലാസ്സിലേക്ക് കാണിക്കാനും അതുപോലെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും തമ്മിൽ റിയൽ ടൈം ആയിട്ടുള്ള ചാറ്റ് അല്ലെങ്കിൽ മെസ്സേജിങ് അങ്ങനെയുള്ള ഫെസിലിറ്റീസും റിമോട്ട് കൺട്രോളിങ്ങും അതുപോലെ സ്ക്രീൻ മോണിറ്ററിങ്ങും ഒക്കെ പോസിബിളാണ് ലാൻഡ് സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ത്രൂ. പിന്നെ അവിടെ അസസ്മെൻറ്റ് ടൂൾസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ലാൻഡ് സ്കൂളിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻഹാൻസസ് ക്ലാസ് റൂം കൺട്രോൾ ആൻഡ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് അവിടെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രാക്ഷൻസ് ലിമിറ്റിംഗ് ആക്സസ് ടു അൺഓതറൈസ്ഡ് വെബ്സൈറ്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസിലേക്ക് കുട്ടികൾ കയറാതെ അതിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി കുട്ടികളുടെ ഡിസ്ട്രാക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്രൊവൈഡ് ടൂൾസ് ഫോർ ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഇത് കിൻഡർഗാർട്ടൻ ടു 12th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ് റൂം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അതുപോലെ യൂസ്ഫുൾ ഇൻ കമ്പ്യൂട്ടർ ലാബ്സ് ഫോർ കൺട്രോളിങ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ആൻഡ് എൻഷുറിങ് അഡ്ഹറൻസ് ടു ക്ലാസ് വർക്ക്. ഇതൊക്കെയാണ് ലാൻഡ് സ്കൂൾ സോഫ്റ്റ്വെയറിൽ വരുന്നത്. അടുത്ത നെറ്റ് OP സ്കൂൾ എന്ന് പറയുമ്പോഴേക്കും കോംപ്രിഹെൻസീവ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സൊല്യൂഷനാണ് ദാറ്റ് പ്രൊവൈഡ്സ് ടീച്ചേഴ്സ് വിത്ത് ദ ടൂൾസ് നീഡഡ് ടു ഡെലിവർ ഇൻസ്ട്രക്ഷൻ, മോണിറ്റർ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ആൻഡ് മാനേജ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എഫക്റ്റീവ്ലി.
ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് വരുമ്പം സ്ക്രീൻ ഷെയറിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതായത് ഈസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ ഓഫ് അസൈൻമെൻറ്റ്സ് ആൻഡ് റിസോഴ്സസ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇവിടെ പോസിബിളാണ്. റിമോട്ട് കൺട്രോൾ ഇവിടെ പോസിബിളാണ്. അതുപോലെ ക്ലാസ് റൂം മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. കാരണം റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് സ്ക്രീൻസ് നടക്കുന്നുണ്ട്. ചാറ്റ് ആൻഡ് മെസ്സേജിങ് നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് സ്കൂളിൽ ഉള്ള പോലെ തന്നെ ആപ്ലിക്കേഷൻസാണ്. ടെസ്റ്റ് ആൻഡ് സർവേ ടൂൾസ് വരുന്നുണ്ട്. അതുപോലെ വെബ് ഫിൽറ്ററിങ് വരുന്നുണ്ട്. അതായത് കൺട്രോൾ സ്റ്റുഡൻറ്റ് ആക്സസ് ടു ഇൻ്റർനെറ്റ്, അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ഒക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആൻഡ് ഫോക്കസ്ഡ് ലേണിംഗ് എൻവയോൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് പറ്റുന്നുണ്ട്. അതുപോലെ ഈസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഡിജിറ്റൽ മെറ്റീരിയൽസ് പോസിബിളാണ്. സപ്പോർട്ട്സ് ഇൻട്രാക്റ്റീവ് ടീച്ചിങ് ത്രൂ സ്ക്രീൻ ഷെയറിംഗ് ആൻഡ് റിമോട്ട് അസിസ്റ്റൻസ്. ഇവിടുത്തെ യൂസേജ് സിനാരിയോ എന്ന് പറഞ്ഞാൽ വേരിയസ് എഡ്യൂക്കേഷൻ ലെവൽസ്, പെർട്ടിക്കുലർലി ഇൻ എൻവയോൺമെൻറ്റ്സ് വെയർ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് ഡിവൈസസ് എൻഹാൻസ് ലേണിംഗ് ഔട്ട്കംസ്. അപ്പം ലേണിംഗ് ഔട്ട്കംസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ആവശ്യമായിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു നെറ്റ് ഒ പി സ്കൂൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എഫക്റ്റീവ് ഇൻ ഡിസ്റ്റൻസ് ലേണിംഗ് സിനാരിയോസിലും നടക്കുന്നുണ്ട്. അതായത് ടീച്ചേഴ്സ് നീഡ് ടു മാനേജ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി റിമോട്ട്ലി. കാരണം റിമോട്ട് കൺട്രോളിലൂടെ പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ലേണിംഗ് സിനാരിയോയിലും ഈ ഒരു നെറ്റ് ഒ പി സ്കൂൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അടുത്ത സോഫ്റ്റ്വെയറാണ് AB ട്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഡിസൈൻ ടു ഹെൽപ്പ് എഡ്യൂക്കേറ്റേഴ്സ് മോണിറ്റർ ആൻഡ് കൺട്രോൾ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ഓൺ കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ കൊളാബറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ ടൈം മോണിറ്ററിംഗ് നടക്കുന്നുണ്ട്. റിമോട്ട് കൺട്രോൾ പോസിബിളാണ്. ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് കുട്ടികളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാനും, അപ്പം എൻ്റെ ക്ലാസ്സിലേക്ക് അതങ്ങനെ ഷെയർ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അതിന് ആപ്ലിക്കേഷൻ ആൻഡ് വെബ് കൺട്രോളും ഒക്കെ ഈ ഒരു AB ട്യൂട്ടറിൽ പോസിബിളാണ്. മെസ്സേജിങ് ആൻഡ് ചാറ്റിംഗ് വരുന്നുണ്ട്. ടെസ്റ്റിംഗ് ആൻഡ് അസസ്മെൻറ്റ്, പിന്നെ പവർ മാനേജ്മെൻറ്റും ഒക്കെ വരുന്നുണ്ട്. ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം എൻഹാൻസസ് ക്ലാസ് റൂം കൺട്രോൾ ആൻഡ് എൻഷുവേഴ്സ് സ്റ്റുഡൻസ് റിമൈൻ ഫോക്കസ്ഡ് ഓൺ ദിയർ ടാസ്കുകളാണ്. അതുപോലെ ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ എഫക്റ്റീവ് സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. ഇതിൻ്റെ യൂസേജ് സിനാരിയോസ് വരുന്നത് ട്രഡീഷണൽ ആൻഡ് വെർച്വൽ ക്ലാസ് റൂംസിൽ, അതായത് ടീച്ചേഴ്സ് നീഡ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ സ്റ്റുഡൻറ്റ് ഡിവൈസ് യൂസേജ്. അപ്പം കുട്ടികളുടെ ആ ഒരു ഡിവൈസസിൽ ടീച്ചറിൻ്റെ ഒരു കൺട്രോൾ വേണം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ഒരു AB ട്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. യൂസ്ഫുൾ ഇൻ കമ്പ്യൂട്ടർ ലാബ്സ് ആൻഡ് ബ്ലെൻഡർ ലേണിംഗ് എൻവയോൺമെൻറ്റ്സിലൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തത് നാഷണൽ ഗവേണൻസ് പ്ലാൻ, അല്ലെങ്കിൽ NEGP എന്ന് പറയും. ഈ NEGP എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ടു ഇൻ്റഗ്രേറ്റ് ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് അക്രോസ് ഇന്ത്യ ടു എ കളക്റ്റീവ് വിഷൻ. അപ്പം ഇന്ത്യയിലെ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിനെയൊക്കെ ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കളക്റ്റീവ് വിഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ NEGPയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് കൺട്രി വൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിജിറ്റൈസിങ് റെക്കോർഡ്സ് ഫോർ ഈസി ഇൻ്റർനെറ്റ് ആക്സസ്. അപ്പം എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സുകളെല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്ത് അപ്പം അത്തരത്തിൽ ഈസി ആക്സസ് എല്ലാവർക്കും ഇൻ്റർനെറ്റ് ത്രൂ ഈസി ആക്സസ് പോസിബിളാക്കി എടുക്കുക എന്നുള്ളതാണ് ക്രാന്തി, അതായത് നാഷണൽ ഗവേണൻസ് പ്ലാൻ 2.0. അതാണ് ക്രാന്തി എന്ന് പറയുന്നത്. അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ടു ട്രാൻസ്ഫോം ഗവേണൻസ് യൂസിങ് എമർജിംഗ് ടെക്നോളജീസ് ലൈക്ക് ക്ലൗഡ് ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോംസ്. നാഷണൽ ഗവേണൻസ് പ്ലാനിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഓൾ പബ്ലിക് സർവീസസ് accessible to the common man in his locality through common സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്സ്. അപ്പം കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്സ് ത്രൂ എല്ലാ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും പബ്ലിക് സർവീസസൊക്കെ ആക്സസ് ചെയ്യാൻ സഹായിക്കുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ ഗവേണൻസ് പ്ലാനിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി, അപ്പം ഇത്തരത്തിലുള്ള പബ്ലിക് സർവീസസ് ഇത്തരം കോമൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുന്നത് വഴി അതിൻ്റെയൊക്കെ ആ ഒരു ഗവൺമെൻറ് സർവീസസിൻ്റെ എഫിഷ്യൻസി ആണെങ്കിലും ട്രാൻസ്പെറൻസി ആണെങ്കിലും റിലയബിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അതൊക്കെ കൂട്ടാൻ പറ്റും.
വിത്ത് അഫോർഡബിൾ കോസ്റ്റ്, അതായത് ഇപ്പം സാധാരണ ആൾക്കാർക്ക് പോലും മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് ത്രൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു സാധാരണ ഒരാളിൻ്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സേവനങ്ങളും കോമൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു NEGPയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ മെയിനായിട്ട് ആക്സസിബിലിറ്റി വരുന്നുണ്ട്. ഇപ്പം ഈ NEGPയുടെ പാർട്ടായിട്ട് ആക്സസിബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും പബ്ലിക് സർവീസസ് അക്സസിബിൾ ടു കോമൺ മാൻ ആണ്. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പം എല്ലാ സർവീസ് ഡെലിവറി സിസ്റ്റത്തിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റിലയബിൾ ആണ്, കാരണം അഫോർഡബിൾ കോസ്റ്റിൽ എല്ലാ ആൾക്കാരിലേക്കും ഈ ഒരു സർവീസ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അത് റിലയബിൾ ആയിട്ടുള്ളൊരു രീതിയിലുമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ആണ്. അപ്പം ഗവേണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു ഡെലിവർ ഗവൺമെൻറ് സർവീസസ്. അപ്പം ഗവൺമെൻറ് സർവീസസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ ഈ ICT കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അത് ICT ഇൻ്റഗ്രേഷൻ നടക്കുന്നത് വഴി എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ, അപ്പം ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനും conduct transactions, then integrate various standalone systems and services between government to citizen. അപ്പം ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സർവീസസ് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുക, അപ്പം ഗവൺമെൻറ് ടു സിറ്റിസൺസ് ആണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വരുന്ന ബിൽ പേയ്മെൻറ്റ്സ്, ഇപ്പം ഓൺലൈൻ ബിൽ പേയ്മെൻറ്റ് ത്രൂ സിറ്റിസണിന് അത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാൻ പറ്റുക. അതുപോലെ ടാക്സ് ഫയലിംഗ് ആണെങ്കിലും ദെൻ അപ്ലൈയിങ് ഫോർ സർവീസസ്, അതായത് പാസ്പോർട്ട്, ലൈസൻസ്, ഗ്രീവൻസ് റിഡ്രസൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയുന്ന ഒരു മോഡിൽ വരുന്നതാണ്. അതായത് ഓൺലൈൻ ടാക്സ് ഫയലിംഗ് സിസ്റ്റം ആണെങ്കിൽ, പേയ്മെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ് ആണെങ്കിലും അതൊക്കെ ഇതിൻ്റെ ഗവൺമെൻറ് ടു സിറ്റിസണിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് ടു ബിസിനസ് വരുന്നുണ്ട്. അപ്പം അതായത് ബിസിനസ് രജിസ്ട്രേഷൻ, ടാക്സ് ഫയലിംഗ്, അതുപോലെ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്, ലൈസൻസിങ്, അതുപോലെ റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ടു ബിസിനസ് ആണ്. അപ്പം അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴേക്കും ഓൺലൈൻ ബിസിനസ് ലൈസൻസ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ, റെഗുലേറ്ററി കംപ്ലയിൻറ്റ്സ് പോർട്ടൽസ് ഒക്കെ ആണെങ്കിലും അതിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ ഗവൺമെൻറ് സർവീസസ് വരുന്നുണ്ട്. അതായത് ഇൻ്റർ ഏജൻസി ഡേറ്റ ഷെയറിംഗ്, കൊളാബറേറ്റീവ് പ്രോജക്ട്സ്, റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം അതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഡേറ്റാ സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ഈ ഗവൺമെൻറ്റിൽ വരുന്നതാണ്. ദെൻ ഗവൺമെൻറ് എംപ്ലോയി വരുന്നുണ്ട്. അതായത് എംപ്ലോയി പോർട്ടൽസ് ഫോർ HR മാനേജ്മെൻറ്റ്, പേറോൾ, ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനൊക്കെ. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി സെൽഫ് സർവീസ് പോർട്ടൽസ് വരുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ ട്രെയിനിങ് മൊഡ്യൂൾസ്, പേറോൾ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പ്രൈമറി ഗോൾ ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഗവൺമെൻറ് ഫംഗ്ഷൻസ്. അപ്പം ഗവൺമെൻറ് ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനും, അതിൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും, അക്കൗണ്ടബിലിറ്റി കൂട്ടാനും, അതുപോലെ എഫക്റ്റീവ്നെസ് കൂട്ടുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഗവേണൻസിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഗവേണൻസിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി വരുന്നുണ്ട്. കാരണം പ്രൊഡക്ടിവിറ്റി ആൻഡ് സർവീസ് ഡെലിവറി കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രോസസ്സിനെ സ്ട്രീംലൈൻ ചെയ്ത് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ ട്രാൻസ്പെറൻസി ഒരു ഒബ്ജക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ് പ്രോസസ് ആൻഡ് ഡിസിഷൻസ് മോർ ട്രാൻസ്പെറൻറ്റ് ടു റെഡ്യൂസ് കറപ്ഷൻ ആൻഡ് ഫോസ്റ്റർ ട്രസ്റ്റ്. അപ്പം ട്രസ്റ്റ്, ആൾക്കാരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്ത് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കറപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് മോർ ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഗവേണൻസ് സഹായിക്കുന്നുണ്ട്. ആക്സസിബിലിറ്റി, കാരണം എല്ലാ ആൾക്കാരിലേക്കും ഈ ഒരു ഗവൺമെൻറ് സർവീസസ് എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്, റിമോട്ട് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അതുപോലെ അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് അക്കൗണ്ടബിൾ ഫോർ ദെയർ ആക്ഷൻസ് ത്രൂ ബെറ്റർ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസംസ്. ദെൻ സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. കാരണം എല്ലാ ആൾക്കാർക്കും എഫക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആകാൻ, അതായത് ഗവൺമെൻറ് പ്രോസസ്സ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ എൻഗേജ്ഡ് ആകാനുള്ള അവസരം ഗവേണൻസിൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. എൻഹാൻസ്ഡ് സർവീസ് ഡെലിവറിയാണ് ഇവിടെ നടക്കുന്നത്. ദെൻ കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്. കാരണം പേപ്പർ വർക്ക് വരുന്നില്ല. അതുപോലെ സ്ട്രീം ലൈനിങ് പ്രോസസ്സ് കുറവാണ്. അതുപോലെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് നമ്മുടെ വലുതായിട്ട് ആവശ്യം വരുന്നില്ല. പിന്നെ ട്രാൻസ്പെറൻസിൻ്റെ അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്. പിന്നെ സിറ്റിസൺ എംപവർമെൻറ്റ്, കാരണം എല്ലാ ആൾക്കാർക്കും ഗ്രേറ്റർ ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഗവേണൻസ് പ്രോസസ്സ് എല്ലാവർക്കും പറ്റുന്നത് കൊണ്ട് തന്നെ സിറ്റിസൺ എംപവർമെൻറ്റ് ഇവിടെ പോസിബിളാണ്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും ഈ ഒരു ഗവേണൻസിൻ്റെ പാർട്ടായിട്ടുള്ളൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്.
ഈ ഗവേണൻസിൻ്റെ കീ കമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ICT ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് വേണം, ഡേറ്റാ സെൻറ്റേഴ്സ് വേണം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് പോർട്ടൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതായത് ഓൺലൈൻ പോർട്ടൽസ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. അപ്പം ഗവൺമെൻറ് സർവീസസൊക്കെ ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽസും ആപ്ലിക്കേഷൻസും വേണം. പിന്നെ ഡേറ്റ മാനേജ്മെൻറ്റ്, അതായത് ഡേറ്റ സ്റ്റോറേജ് ചെയ്യാനും സ്റ്റോറേജിനും മാനേജ്മെൻറ്റിനും അനാലിസിസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പണൻ്റാണ്, കാരണം പ്രൊട്ടക്ട് ഡേറ്റ ആൻഡ് സിസ്റ്റംസ് ഫ്രം സൈബർ ത്രെറ്റ്സ്. ദെൻ ലെജിസ്ലേറ്റീവ് ആൻഡ് പോളിസി ഫ്രെയിംവർക്കൊക്കെ ഇപ്പോൾ ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സിന് ഇന്ത്യയിലെ എക്സാമ്പിൾസാണ് ആധാർ, അതുപോലെ ഡിജിറ്റൽ ഇന്ത്യ. അപ്പം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എയിം അറ്റ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ ടു എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി. ദെൻ MyGov, ദെൻ GST നെറ്റ്വർക്ക്, GSTN, ഇതൊക്കെ ഇന്ത്യയിലെ ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഗ്ലോബൽ വരുമ്പോഴേക്കും എസ്റ്റോണിയാസ് ഇ റെസിഡൻസി, അതായത് നോൺ എസ്റ്റോണിയൻസിന് എസ്റ്റോണിയൻ സർവീസസ്, അതായത് കമ്പനി ഇൻഫർമേഷൻ ബാങ്കിങ്ങിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എസ്റ്റോണിയാസ് ഇ റെസിഡൻസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പിന്നെ സിംഗപ്പൂർസ് ഇ സിറ്റിസൺ പോർട്ടൽ, അതുപോലെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ gov.uk, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലോബലായിട്ടുള്ള ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഇനി ഈ ഗവേണൻസിൻ്റെ മെയിനായിട്ടുള്ള ചാലഞ്ചസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡിജിറ്റൽ ഡിവൈഡാണ്, കാരണം ഇക്വിറ്റബിൾ ആക്സസ് ടു ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ഫോർ ഓൾ സിറ്റിസൺസ്. ഇപ്പം റിമോട്ട് ആൻഡ് അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ആൾക്കാർക്കും അവർ കറക്റ്റായിട്ടുള്ള ഒരു ഇക്വിറ്റബിൾ ആക്സസ് ടു ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി എൻഷുർ ചെയ്യുക. അപ്പം അവിടെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും സെൻസിറ്റീവ് ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺ ഡേറ്റ, കാരണം ഒരുപാട് സൈബർ ത്രെറ്റ്സുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു ഏരിയ തന്നെയാണ് ഈ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഒരുപാട് ഇൻഫർമേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പാർട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ സിറ്റിസൺസിൻ്റെ പാർട്ടിൽ നിന്നുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏരിയാസാണ് ഈ ഗവേണൻസിൽ ത്രൂ ഉള്ളത്. അതുപോലെ ഇൻ്റർ ഓപ്പറബിലിറ്റി. അപ്പം ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ഗവൺമെൻറ് സിസ്റ്റംസ് ആൻഡ് സർവീസസ് ക്യാൻ വർക്ക് ടുഗദർ സീംലെസ്ലി. അതുപോലെ ചേഞ്ച് മാനേജ്മെൻറ്റ് ആണെങ്കിലും ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഈ ഗവേണൻസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. അടുത്ത ഏരിയയാണ് ഈ NEGPയുടെ പാർട്ടായിട്ട് വരുന്നതാണ് ഈ ക്രാന്തി എന്ന് പറയുമ്പം ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് ആണ് ഇവിടെ വരുന്നത്. ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഒരു മെയിൻ പില്ലർ ആണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ നീഡ് ഫോർ ഇ ഗവേണൻസ്, അതുപോലെ മൊബൈൽ ഗവേണൻസ് ആൻഡ് ഗുഡ് ഗവേണൻസ് ഇൻ ദ കൺട്രി. ദ അപ്രോച്ച് ആൻഡ് കീ കമ്പോണൻസ് ഓഫ് ഇ ക്രാന്തി ഹാവ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് ഓൺ 25th March 2015 വിത്ത് ദ വിഷൻ. അപ്പം ഈ ക്രാന്തി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിംഗ് ഇ ഗവേണൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഗവേണൻസ്. അപ്പം ഈ ക്രാന്തി ഫ്രെയിംവർക്ക് അഡ്രസ്സസ് ദ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് ത്രൂ പോർട്ട്ഫോളിയോ ഓഫ് മിഷൻ മോഡ് പ്രോജക്ട്സ് ദാറ്റ് കട്ട് അക്രോസ് സെവറൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഒരുപാട് മിഷൻ മോഡ് പ്രോജക്ട്സിൻ്റെ പാർട്ട്, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്രാന്തി ഫ്രെയിംവർക്ക്. അപ്പം ഈ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്, ഇപ്പം ഈ MMPയുടെ പാർട്ടായിട്ട് വരുന്ന ഒരുപാട് സർവീസസിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡെലിവറി അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാന്തി ഫ്രെയിംവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ക്രാന്തിയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ടു എൻഷുർ ഗവൺമെൻറ് വൈഡ് ട്രാൻസ്ഫോർമേഷൻ ബൈ ഡെലിവറിങ് ഓൾ ഗവൺമെൻറ് സർവീസസ് ഇലക്ട്രോണിക്കലി ടു ദ സിറ്റിസൺസ് ത്രൂ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് interoperable systems via multiple modes, while ensuring efficiency, transparency and reliability of such services at an affordable cost. ഇപ്പം ഗവൺമെൻറ് വൈഡ് ട്രാൻസ്ഫോർമേഷൻ ബൈ ഡെലിവറിങ് ഓൾ ഗവൺമെൻറ് സർവീസസ്, ഇപ്പം എല്ലാ ഗവൺമെൻറ് സർവീസസിനെയും ഇലക്ട്രോണിക്കലി ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ സിറ്റിസണിലേക്ക് ഡെലിവർ ചെയ്യുക ത്രൂ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഓപ്പറബിൾ സിസ്റ്റംസ്. ഇപ്പം മൾട്ടിപ്പിൾ മോഡ്സ് വഴി, ഇപ്പം ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഓപ്പറബിൾ സിസ്റ്റംസ് ആണ്, അത് ഒബ്വിയസ്ലി മൾട്ടിപ്പിൾ മോഡ്സ് ത്രൂ ചെയ്ത് നടക്കുള്ളൂ. അപ്പം അത്തരത്തിൽ ട്രാൻസ്ഫർ നടക്കുമ്പം എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി ഒക്കെ അഫോർഡബിൾ കോസ്റ്റിൽ എൻഷുർ ചെയ്ത് ഇത്തരത്തിലുള്ള സർവീസസുകൾ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്രാന്തിയുടെ മെയിനായിട്ടുള്ള മിഷൻ എന്ന് പറയുന്നത്.
ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈ ക്രാന്തി വരുന്നുണ്ട്. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈ ക്രാന്തിയിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷണൽ ഇനിഷ്യേറ്റീവ്സ് ആണ്. റീഡിഫൈനിങ് NEGP വിത്ത് ഔട്ട്കംസ് ഓറിയൻറ്റഡ് ഗവേണൻസ് വരുന്നുണ്ട്. പിന്നെ സിറ്റിസൺ സെൻട്രിക് സർവീസസ് വരുന്നുണ്ട്. ദെൻ ഒപ്റ്റിമം ICT യൂസേജ് വരുന്നുണ്ട്. കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഈ ക്രാന്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്, അതായത് സബ്സ്റ്റാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ സർവീസ് ഡെലിവറി, ദെൻ ഇൻറ്റഗ്രേറ്റഡ് സർവീസസ്, ദെൻ ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, അതായത് ടു മാൻഡേറ്റ് ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ആസ് ദ എസെൻഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓൾ ദ ന്യൂ മിഷൻ മോഡ് പ്രോജക്ട്സ് വിതൗട്ട് വിച്ച് എ പ്രോജക്റ്റ് മെ നോട്ട് ബി സാങ്ഷൻഡ്. അപ്പം പല മിഷൻ മോഡ് പ്രോജക്ട്സുകളുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എസെൻഷ്യൽ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഗവൺമെൻറ് പ്രോസസ് റീ എഞ്ചിനീയറിങ്ങിനെ മാറ്റുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ കീ പ്രിൻസിപ്പിൾ ഓഫ് ഈ ക്രാന്തിയാണ്. ദെൻ അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ICT ഇൻഫ്രാസ്ട്രക്ചർ ഓൺ ഡിമാൻഡാണ്. ഇപ്പം ICT ഇൻഫ്രാസ്ട്രക്ചർ ഓൺ ഡിമാൻഡ് എന്ന് പറയുമ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ അവരുടെയൊക്കെ പാർട്ടായിട്ട് വരുന്ന നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അപ്പം ഇവരുടെയൊക്കെ പാർട്ടായിട്ട് വരുന്ന പല പ്രോജക്റ്റ് ഫോമുലേഷനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ICT ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കണക്ടിവിറ്റി, ക്ലൗഡ് ആൻഡ് മൊബൈൽ പ്ലാറ്റ്ഫോം ഓൺ ഡിമാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ ചേർന്നിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ആ ഒരു ICT ഇൻഫ്രാസ്ട്രക്ചർ ഓൺ ഡിമാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഈ ക്രാന്തിയുടെ ഒരു കീ പ്രിൻസിപ്പിളാണ്. അതുപോലെ ക്ലൗഡ് ബൈ ഡിഫോൾട്ട്, ഇപ്പം ദ ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫേർഡ് ബൈ ക്ലൗഡ് ടെക്നോളജീസ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഫുള്ളി ലെവറേജ്ഡ് വൈൽ ഡിസൈനിങ് ആൻഡ് ഹോസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ്. ഗവൺമെൻറ് ക്ലൗഡ് ഷാൽ ബി ഡിഫോൾട്ട് ക്ലൗഡ് ഫോർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ ക്ലൗഡ്സ് ആയിട്ടല്ലാണ്ട് എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെല്ലാം കൂടിയിട്ടുള്ള ഡിഫോൾട്ട് ക്ലൗഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഈ ക്രാന്തിയുടെ കീ പ്രിൻസിപ്പിളാണ്. ദെൻ മൊബൈൽ ഫസ്റ്റ്, ഓൾ ആപ്ലിക്കേഷൻസ് ആർ ഡിസൈൻഡ് ഓർ റീഡിസൈൻ ടു എനേബിൾ ഡെലിവറി ഓഫ് സർവീസസ് ത്രൂ മൊബൈൽ. അപ്പം മൊബൈൽ ത്രൂ ഉള്ള സർവീസസ്, പല ആപ്ലിക്കേഷൻസിന് സർവീസസ് ചെയ്യുക എന്നുള്ളതും ഈ ക്രാന്തിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ ഫാസ്റ്റ് ട്രാക്കിംഗ് അപ്രൂവൽസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മാൻഡേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രോട്ടോകോൾസ്. ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റീജിയണൽ ലാംഗ്വേജസ്, ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ ഈ ഗവേണൻസ് പ്രോജക്ട്സുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ സെക്യൂരിറ്റി ആൻഡ് ഇലക്ട്രോണിക് ഡേറ്റ പ്രിസർവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്രാന്തിയുടെ മെയിനായിട്ടുള്ള കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ ത്രസ്റ്റ് ഏരിയാസ് ഓഫ് ഈ ക്രാന്തി വരുന്നുണ്ട്. ത്രസ്റ്റ് ഏരിയാസിൽ മെയിനായിട്ട് എഡ്യൂക്കേഷൻ, ദെൻ ഹെൽത്ത് കെയർ, ടെക്നോളജി ഫോർ ഫാമേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഈ ക്രാന്തിയുടെ പാർട്ടായിട്ട് വരുന്ന മെയിൻ ത്രസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഓൾ സ്കൂൾസ് വിൽ ബി കണക്റ്റഡ് ടു ബ്രോഡ്ബാൻഡ്. അതുപോലെ ഫ്രീ വൈഫൈ വിൽ ബി പ്രൊവൈഡഡ് ഇൻ ഓൾ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ്. ദെൻ ഡിജിറ്റൽ ലിറ്ററസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോഴ്സസ്, ഇപ്പം എഡ്യൂക്കേഷനെ ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മൂക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിട്ട്. ദെൻ ടെക്നോളജി ഫോർ ഹെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴേക്കും ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ മെഡിക്കൽ റെക്കോർഡ്സ് വരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. പാൻ ഇന്ത്യ എക്സ്ചേഞ്ച് ഫോർ പേഷ്യൻ്റ് ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്ത് കെയറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ടെക്നോളജി ഫോർ ഫാമേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഫാമേഴ്സിൻ്റെ കാര്യങ്ങൾ, അതായത് റിയൽ ടൈം പ്രൈസ് ഇൻഫർമേഷൻ, അതുമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഫാമേഴ്സിലേക്ക് പാസ് ചെയ്യുക. അതുപോലെ ഓൺലൈനായിട്ട് ഓർഡറിങ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഓൺലൈൻ ക്യാഷ് ലോൺ, അതുപോലെ റിലീഫ് പേയ്മെൻറ്റ് വിത്ത് മൊബൈൽ ബാങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫാമേഴ്സിന് അവയർനെസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ക്രാന്തിയുടെ ത്രസ്റ്റ് ഏരിയാസാണ്.
അതുപോലെ തന്നെ ടെക്നോളജി ഫോർ സെക്യൂരിറ്റി ആണെങ്കിലും ഇപ്പം മൊബൈൽ ബേസ്ഡ് എമർജൻസി സർവീസസ് ആൻഡ് ഡിസാസ്റ്റർ റിലേറ്റഡ് സർവീസസും ഒക്കെ ഈ ക്രാന്തിയുടെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടെക്നോളജി ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വരുന്നുണ്ട്. അതായത് മൈക്രോ ATM പ്രോഗ്രാംസ്, പിന്നെ പോസ്റ്റ് ഓഫീസസ് ത്രൂ ഉള്ള അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റേഴ്സ് ത്രൂ ഉള്ള ഈ ഫിനാൻഷ്യൽ മൊബൈൽ ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ടെക്നോളജി ഫോർ ജസ്റ്റിസ്, ഇപ്പം കോർട്ട്, പോലീസ്, ജെയിൽസ് ആൻഡ് പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ക്രാന്തിയുടെ പാർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ ടെക്നോളജി ഫോർ പ്ലാനിങ്, ഓക്കെ. അപ്പം അതുപോലെ ടെക്നോളജി ഫോർ സൈബർ സെക്യൂരിറ്റി, അങ്ങനെ 44 മിഷൻ മോഡ് പ്രോജക്ട്സ് ആണ് ഈ ക്രാന്തിയുടെ പാർട്ടായിട്ട് വരുന്നത്. അടുത്തത് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് ഉമാങ് ആപ്പാണ്. ഒരു ഉമാങ്, അതായത് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ പാർട്ടായിട്ട് നവംബർ 2017 ലോഞ്ച് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ്സ് ആക്സസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസസും അതുപോലെ എയിംസ് ടു സെർവ് ഇന്ത്യസ് പോപ്പുലേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് ആക്സസ് ടു മൾട്ടിപ്പിൾ ഗവൺമെൻറ് സർവീസസ് ഓൺ വൺ പ്ലാറ്റ്ഫോം. അപ്പം മൾട്ടിപ്പിൾ ഗവൺമെൻറ് സർവീസസിനെ സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് അല്ലെങ്കിൽ ഉമാങ് ആപ്പിൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഉമാങ് ആപ്പ് എന്ന് പറഞ്ഞാൽ iOS, ഇപ്പം ഐഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്രൂ ആണെങ്കിലും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കയോസ് ഒക്കെ വഴി ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഉമാങ് ആപ്പ് ഈസ് ഓൾസോ അവൈലബിൾ ഫോർ ഫീച്ചർ ഫോൺസ്. ഇപ്പോൾ സാധാ ഫോൺസിലാണെങ്കിലും വെബ് ത്രൂ ആയിട്ട് ആക്സസ് ചെയ്യാനാണെങ്കിലും SMS ത്രൂ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ IVR എന്ന് പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് വോയിസ് റെക്കോർഡ്സ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയോ ഒക്കെ പല ആപ്ലിക്കേഷൻസ് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ പാർട്ടായിട്ട് വരുന്ന പല ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽസ് പേയ്മെൻറ്റ്, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സ്കോളർഷിപ്സ് ആപ്ലിക്കേഷൻസ്, അതുപോലെ ഡിജി ലോക്കർ, ഭാരത് പേയ്മെൻറ്റ് ആൻഡ് ആധാർ, ദെൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉമാങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ വിഷൻ ബിഹൈൻഡ് ഉമാങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാസ്പോർട്ട് സർവീസസ്, ഇൻകം ടാക്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് കംപ്ലയിൻറ്റ്സ്, അങ്ങനെ പല ഗവൺമെൻറ് സർവീസസും ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ ഇത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ടു ബി ആക്സസിബിൾ ഈവൻ വിതൗട്ട് എ സ്മാർട്ട് ഫോൺ. അപ്പം ഇവഞ്ച്വലി വിതൗട്ട് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും ഇല്ലാണ്ട് തന്നെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഉമാങ് മാറ്റുന്നത്. അപ്പം അതിൻ്റെ പാസ്പോർട്ട് സർവീസസുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് അപ്ലൈ ആൻഡ് ട്രാക്ക് പാസ്പോർട്ട് സ്റ്റാറ്റസ് ഒക്കെ ഉമാങ് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫയൽ ആൻഡ് ട്രാക്ക് ഇൻകം ടാക്സ് റിട്ടേൺസ്, ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഈ ഉമാങ്ങിൻ്റെ കീ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ 2039+ സർവീസസ് അവൈലബിൾ ആണ് ഓൺ ദ സിംഗിൾ ആപ്പ്. ദെൻ 13 ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ദെൻ കുറേ സർവീസസ് ഉമാങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 2039+ സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ പാസ്പോർട്ട് സേവയുടെ സർവീസസ്, അതായത് പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ പാസ്പോർട്ടിൻ്റെ സ്റ്റാറ്റസിൻ്റെ ട്രാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻകം ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ഫയലിംഗ് ആണെങ്കിൽ ടാക്സ് റിട്ടേൺസിൻ്റെ ഫയലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റുഡൻസിൻ്റെ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും എഡ്യൂക്കേഷണൽ കണ്ടൻറ്റൊക്കെ ആക്സസ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഉമാങ് ത്രൂ നമുക്ക് ചെയ്യാനായിട്ട്, അതൊരു സിംഗിൾ പ്ലാറ്റ്ഫോം ത്രൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം പാൻ കാർഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് പറയുമ്പോഴേക്കും നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ആക്സസ് ചെയ്യാനും അതുപോലെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ കയറാനും, അത് CBSE UGC അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ റിസൾട്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ഇപ്പം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അവരുടെ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് കുട്ടികളിലേക്ക് എത്തിക്കാനും ഒക്കെ ഈ ഒരു ഉമാങ് ആപ്പിന് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. താങ്ക് യു.